കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ CPM-ന്റെ തലതൊട്ടപ്പൻ BS അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ. 102 വയസ്സുണ്ട് BS-ന്. BS അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിലാണെന്ന കാര്യം ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഹൃദയാഘാതം വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്തെ പ്രമുഖ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് BS അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഇതാണ് പുതിയ വാർത്ത. BS അച്യുതാനന്ദൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമായിരുന്നു BS എന്ന് പൊളിറ്റിക്സ് കേരള ഉത്തരം പറയും. നായരും EMS-ഉം ചേർന്ന് CPM-നെ സവർണ കാലത്തേക്ക് നയിച്ചപ്പോൾ, CPM-നെ സവർണ മേധാവിത്വത്തിലേക്ക് നയിച്ചപ്പോൾ അതിനെതിരെ പൊരുതി നിന്ന വ്യക്തിയാണ് BS അച്യുതാനന്ദൻ. സ്വന്തമായി ഒരു ഇടം കണ്ടെത്തിയ വ്യക്തി. കണ്ണേ പൊന്നേ BS-ഏ, റോസാപ്പൂവേ മുല്ലപ്പൂവേ, BS സ്പെഷ്യൽ മുദ്രാവാക്യം അതായിരുന്നു. ഒരു കാലത്ത് പരുക്കനായിരുന്നു BS അച്യുതാനന്ദൻ. പിന്നീട് BS അച്യുതാനന്ദൻ ജനകീയനായി മാറിയത് ചരിത്രം. മതികെട്ടാൻ സമരത്തിലൂടെ BS അച്യുതാനന്ദൻ ജനകീയനായി മാറി. സഖാക്കൾ നടത്തുന്ന അവിഹിത ബിസിനസ്സിനെതിരെ, സഖാക്കൾ നടത്തിയ പീഡനത്തിനെതിരെ ഒക്കെ BS ആഞ്ഞടിച്ചപ്പോൾ BS ഒരു തരംഗമായി കേരളത്തിൽ മാറി. BS എന്നും ഒരു വിഭാഗീയതയുടെ നേതാവായിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്നവർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വിഭാഗീയത CPM-ന്റെ പ്രത്യയ ശാസ്ത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിഭാഗീയത എന്നത് CPM-വുമായി അടിയുറച്ച പ്രത്യയ ശാസ്ത്രം. CPM പടുത്തുയർത്തിയതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയും അദ്ദേഹമാണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയിലാകുമ്പോൾ നെഞ്ചു പിടയുന്നു പൊളിറ്റിക്സ് കേരളയ്ക്ക്. കാരണം ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം. എൻ്റെ കവിതാ സമാഹാരമായ എൻ്റെ ഉള്ളിൽ പ്രകാശനം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അന്ന് ഞാൻ കലാകൗമുദിയിൽ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. എൻ്റെ ഉള്ളിൽ എന്ന കവിത അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അതിലെ മുത്തശ്ശി ചൊല്ലുകൾ എന്ന കവിതയാണ് അദ്ദേഹം ആദ്യം വായിച്ചത്. അതിൽ ഞാൻ എഴുതിയിരുന്നു മാരാരിക്കുളത്തെ നമ്പരുതെന്ന്. അത് BS-നെ ഉദ്ദേശിച്ചായിരുന്നു. പണ്ട് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് എല്ലാ സാധ്യതകളും വന്നപ്പോൾ മാരാരിക്കുളമാണ് അദ്ദേഹത്തെ ചതിച്ചത്. അദ്ദേഹം മാരാരിക്കുളത്ത് നിന്ന് പരാജയപ്പെട്ടത് ചരിത്രം. അദ്ദേഹം പ്രകാശന തീയതി പറഞ്ഞാൽ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കവിതാ സമാഹാരത്തിന് D. വിനയേന്ദ്രൻ അവാർഡ് ലഭിച്ചു. KC ജോസഫ്, അന്നത്തെ മന്ത്രി KC ജോസഫ് അവാർഡ് എനിക്ക് സമ്മാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രകാശനം നടന്നില്ല. പക്ഷേ ആ കവിതാ സമാഹാരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് തൊട്ട് BS-വുമായി എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം, അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യം ഒക്കെ ഞാൻ അനുഭവിച്ചിരുന്നു. അന്നത്തെ ജയിൽ അഡ്മിനിസ്ട്രേറ്ററായ അനന്തൻ സാറാണ് BS-നെ എന്നെ പരിചയപ്പെടുത്തുന്നത്. ഒറ്റ പരിചയപ്പെടലിൽ BS-ഉം ഞാനുമായി ഒരു രാസപരിണാമം തന്നെ ഉണ്ടായി. ആ പരിണാമം തുടർന്നുകൊണ്ടിരിക്കുന്നു.
ബി എസ് എന്തായിരുന്നു? കേരളത്തിൻ്റെ CPMൻ്റെ അമരക്കാരനാണ് ഇപ്പോഴും ബി എസ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെങ്കിലും ബി എസ് ആണ് അമരക്കാരൻ. ബി എസിനെ പിന്തള്ളി കേരളത്തിലെ CPMന് മുന്നോട്ട് പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. കുറേ വർഷങ്ങളായി അദ്ദേഹം നിശബ്ദനാണ്. അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു. പക്ഷാഘാതം വന്നതിന് ശേഷം വിസിറ്റേഴ്സിനെ ഒഴിവാക്കി ബി എസിൻ്റെ കുടുംബം. ബി എസിനെ കാണാൻ ആർക്കും സാധ്യമല്ലാതായി മാറി. ഒരു കാലത്ത് പത്രപ്രവർത്തകർക്ക് എപ്പോഴും കാണാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബി എസ് അച്യുതാനന്ദൻ. ബി എസ് അച്യുതാനന്ദൻ എന്ന ബി എസ് പൊരുതി നേടിയ ജീവിതം തന്നെ ചരിത്രമാണ്. ആ ബി എസ് ആണ് അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നത്. ബി എസ് എന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്, CPM ആണ്. അതാണ് ബി എസിൻ്റെ പ്രത്യേകത. മതമൗലിക ശക്തികളോട് അദ്ദേഹം ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയത്തും ഇല്ല. അതാണ് ബി എസ്. ആധുനിക കാലത്തെ രാഷ്ട്രീയം മതമൗലിക ശക്തിയോട് കോംപ്രമൈസ് ചെയ്യുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ബി എസിന് പഥ്യമല്ല. അതിലൊന്നും ബി എസിന് കിട്ടില്ല. ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റാണ് ബി എസ്. ഒരു കാലത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വളർത്തിയെടുത്ത നേതാവാണ് ബി എസ്. CPM പടുത്തുയർത്തിയ നേതാവാണ് ബി എസ്. CPIയിൽ നിന്ന് വിഘടിച്ച് CPM ഉണ്ടാക്കുമ്പോൾ, CPM രൂപപ്പെട്ടപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജില്ലാ സെക്രട്ടറിയായി മാറി അദ്ദേഹം. പിന്നീട് അങ്ങോട്ട് ബി എസിൻ്റെ നാളുകളായിരുന്നു. AKG, EMS, നയനാർ, VS അച്യുതാനന്ദൻ. ഈ അച്ചുതണ്ടുകളിലാണ് CPM ഏറെക്കാലം സഞ്ചരിച്ചത്. എന്തായാലും VS അച്യുതാനന്ദൻ രോഗാതുരനാണ് ഇപ്പോൾ. കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊന്നും വരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ എന്ന വാർത്ത പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു, ഒരുപാട് വേദനയോടെ. മരുന്നുകളോട് ബി എസ് പ്രതികരിക്കുന്നില്ല. എന്തിനും ഏതിനും പ്രതികരിച്ച ബി എസ്, എന്തിനും ഏതിനും പ്രതികരിച്ചു കൊണ്ടിരുന്ന ബി എസ് മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഒരു മാറ്റവുമില്ല. അത് അതീവ ദുഃഖത്തോടെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു എക്സ്ക്ലൂസീവായി.